ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് ആരെങ്കിലും കാണുന്നതിൻ്റെ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുക. ചന്ദ്രിക അവരുടെ സ്നേഹം കണ്ടിട്ട് പറയാണ്, നിങ്ങൾ രണ്ടാളും എന്നോടും മോളോടും എപ്പോഴും വലിയ സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. ഞങ്ങളെ ഇവിടെ കൊണ്ടെത്തിച്ചതിന് ഞാൻ ശരിക്കും ദൈവത്തോട് തന്നെയാണ് നന്ദി പറയേണ്ടത്. ആ ശരി അമ്മേ, ഞാൻ രണ്ടുപേർക്കും കോഫി എടുത്തിട്ട് വരാം. നിങ്ങൾ രണ്ടുപേരും മുറിയിൽ പോയി റെസ്റ്റ് ചെയ്തോളൂ. അടുത്തുനിന്ന് നടക്കുന്ന ഇതൊന്നും അറിയാതെ മേഘ പാട്ടും വെച്ചിട്ട് അതിൽ തന്നെ ആസ്വദിച്ചിട്ട് ഇരുന്നിട്ടാണുള്ളത്. പിന്നെ ലക്ഷ്മി മഹേന്ദ്രൻ സാറിൻ്റെ അടുത്ത് പറയാണ്, ഏട്ടാ ചന്ദ്രികയാണ് നമ്മുടെ മകൾ എന്നറിഞ്ഞ സന്തോഷത്തിൽ നമ്മൾ മേഘയെ മറന്നുപോയി. നമ്മൾ മലറിനെ മാത്രമാണ് വാങ്ങിച്ചു കൊണ്ടുവന്നത്. പ്രിയയ്ക്ക് വേണ്ടി ഒന്നും വാങ്ങിച്ചില്ലല്ലോ. അത് തന്നെ മേഘയ്ക്ക് വിഷമം ഉണ്ടാക്കില്ലേ. അപ്പോൾ മഹേന്ദ്രൻ സാർ പറയാണ്, നീ പേടിക്കണ്ട, പ്രിയയ്ക്കും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അവൾക്ക് വാങ്ങിച്ചതെല്ലാം കാറിൻ്റെ ഡിക്കിയിൽ തന്നെ ഉണ്ട്. എന്തായാലും നന്നായി ഏട്ടാ, അവൾക്ക് വേണ്ടിയും വാങ്ങിയല്ലോ. മേഘയ്ക്ക് ചന്ദ്രികയാണ് നമ്മളുടെ മകൾ എന്ന് ഇപ്പോഴെന്തായാലും അറിയാൻ പാടില്ല. അപ്പോഴാണ് മലർ അതൊക്കെ എടുത്തു വെച്ച് കളിക്കുന്ന സമയത്ത് പ്രിയ വന്നിട്ട് ചോദിക്കുകയാണ്, ഹായ്, ഒരുപാട് പാവകൾ ഉണ്ടല്ലോ, മുത്തശ്ശ മലറിന് മാത്രമാണോ വാങ്ങിച്ചു കൊടുത്തത്? എനിക്ക് പാവയൊന്നുമില്ലേ മുത്തശ്ശ? മുത്തശ്ശൻ അപ്പോൾ അടുത്ത് പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് പറയാണ്, ഏയ് നിനക്കും വാങ്ങിച്ചിന് മോളെ, നിനക്ക് വാങ്ങിച്ചതൊക്കെ കാറിൻ്റെ ഡിക്കിയിലുണ്ട്, നമുക്ക് പോയി എടുത്തുകൊണ്ട് വരാം. അപ്പോൾ മുത്തശ്ശി മലറിൻ്റെ അടുത്ത് കുനിഞ്ഞു നിന്നിട്ട് പറയാണ്, മലർ നിനക്ക് എന്ത് വേണമെങ്കിലും മുത്തശ്ശിയോട് പറയണം കേട്ടോ, മുത്തശ്ശി മോൾക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിത്തരും. ശരി മുത്തശ്ശി. ലക്ഷ്മിക്ക് എന്തെന്നില്ലാതെ സന്തോഷം തോന്നി. എന്നിട്ട് മേഘയെ ഒന്ന് നോക്കുകയാണ്. മേഘ ആ പാട്ടിൽ തന്നെ ലയിച്ചിരിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി പറയാണ്, ഏതായാലും നന്നായി, മേഘ ഇതൊന്നും അറിഞ്ഞുമില്ല കണ്ടുമില്ലല്ലോ. പിന്നെ കാണിക്കുന്നത് സിദ്ധു ഓഫീസിലെത്തി അവൻ്റെ ചെയറിൽ ഇരിക്കുകയാണ്. അപ്പുറത്തെ ഭാഗത്ത് തന്നെ മേഘയുണ്ട്. അപ്പോഴാണ് ഒരു ആൾ വന്നിട്ട് പറഞ്ഞത്, മേ കമ്മിങ് മാം? യെസ് പറയൂ മാഡം. നമ്മൾ ലണ്ടനിലേക്ക് എക്സ്പോർട്ട് ചെയ്ത എല്ലാ സാധനവും അവർ റിജക്റ്റ് ചെയ്തിരിക്കുക. വാട്ട്? മേഘ. അപ്പോൾ അതൊക്കെ സിദ്ധു കേൾക്കുന്നുണ്ട്. എന്തിനാ അവർ തിരിച്ചയച്ചത്? നമ്മളയച്ച ഫേവറേറ്റ്സ് എല്ലാം അവർ QCയിൽ ടെസ്റ്റ് ചെയ്തു. പ്രോജക്റ്റ് ക്വാളിറ്റി പോരാ എന്ന് പറഞ്ഞ് അവർ നമ്മളയച്ച പ്രോജക്റ്റ് എല്ലാം റിജക്റ്റ് ചെയ്തു. അതിന് യാതൊരു സാധ്യതയില്ല. ഞാൻ ഡയറക്റ്റായിട്ട് UK ബേഴ്സിനോട് ചോദിച്ചു നോക്കാം. മേഘ എന്നിട്ട് അവരെ ഫോണിൽ വിളിക്കുകയാണ്. ഹലോ, ദിസ് ഈസ് മേഘ സ്പീക്കിംഗ്. സർ പ്ലീസ്. അവർക്ക് പറയാനുള്ളത് മൊത്തം പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്തു. മേഘ നിന്ന് ഉരുകുകയാണ്. സിദ്ധു ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ അയച്ച ഫേവറേറ്റ്സ് എല്ലാം റിജക്റ്റ് ചെയ്തു. ഉടൻ തന്നെ നമ്മുടെ QC ഇൻചാർജിനോട് വരാൻ വേണ്ടി പറയൂ, മേഘ പറയാണ്. സ്റ്റാഫ് ഓക്കെ മാഡം എന്ന് പറഞ്ഞു പോയി. സിദ്ധു ചോദിക്കുകയാണ്, മേഘ എന്ത് പറ്റി? വാട്സപ്പ് പ്രോബ്ലം? അതൊന്നുമില്ല, ചെറിയൊരു പ്രശ്നം. അത് ഞാൻ തന്നെ സോൾവ് ചെയ്തോളാം. എക്സ്ക്യൂസ് മീ മാഡം. വരൂ. എന്താ ശങ്കർ ഇത്? നമ്മളെ ലണ്ടൻ വയർ എല്ലാം അവർ റിജക്റ്റ് ചെയ്തിരിക്കുക. എല്ലാ ഫേവറേറ്റ്സും അവർ റിജക്റ്റ് ചെയ്തു. എന്തുകൊണ്ടാണ് അവർ റിജക്റ്റ് ചെയ്തത്? മാഡം, മെറ്റീരിയൽസിനെല്ലാം ക്വാളിറ്റി ഇല്ല എന്ന് ഞാൻ അന്നേ മാഡത്തിനോട് പറഞ്ഞതല്ലേ. മാഡം തന്നെയല്ലേ അത് വിലക്കുറവായതുകൊണ്ട് അത് തന്നെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ആ മെറ്റീരിയലിന് ആ ക്വാളിറ്റിയേ ഉള്ളൂ മാഡം. അതുകൊണ്ട് തന്നെയാണ് ക്വാളിറ്റി കുറവാണെന്ന് പറഞ്ഞ് നമ്മളയച്ച മെറ്റീരിയൽസ് എല്ലാം അവർ റിജക്റ്റ് ചെയ്തത്. എന്താ ശങ്കർ ഇത്ര നിസ്സാരമായിട്ട് ഇത് പറയുന്നത്? ഇത് കാരണം നമ്മുടെ കമ്പനിക്ക് എത്രമാത്രം ലോസ് ഉണ്ടായെന്നറിയോ? അവർ നമ്മളെ മെറ്റീരിയൽസ് എല്ലാം റിജക്റ്റ് ചെയ്തതും പോരാഞ്ഞ് അവർ തന്ന അഡ്വാൻസ് തിരിച്ചു ചോദിക്കുക. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഏകദേശം 10 കോടി ലോസായിരിക്കുക. ഈ 10 കോടിയുടെ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കണം. മാഡം, ഇത്രയും വർഷം ജോലി ചെയ്ത അനുഭവത്തിൻ്റെ ബേസിൽ പറയാം, ഈ മെറ്റീരിയൽസ് വേണ്ട എന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ. പക്ഷേ അത് മനസ്സിലാക്കാതെ മാഡമല്ലേ തീരുമാനം എടുത്തത്. അപ്പോൾ ഞാനെടുത്ത തീരുമാനം തെറ്റാണെന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുവാണോ? ഏയ് മേഘ, ജസ്റ്റ് മിനിറ്റ്. സിദ്ധു എണീറ്റ് പോവാണ്. നോക്ക്, നീ കൊടുക്കുന്ന ഓർഡർ ഒബേ ചെയ്യുന്നതാണ് ഇവരുടെ ജോലി. ലോ ക്ലോസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല എന്ന് ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതല്ലേ. ഇപ്പം എന്തായി? അതുപോലെ അവർ പ്രൊജക്റ്റ് റിജക്റ്റ് ചെയ്യുകയും ചെയ്തു. ശരി, ഞാൻ പറഞ്ഞതോ കേട്ടില്ല. അറ്റ്ലീസ്റ്റ് QC ഇൻചാർജ് പറഞ്ഞതെങ്കിലും കേൾക്കാമായിരുന്നില്ലേ?
കേട്ടിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും വലിയ ലോസ് വരുമായിരുന്നോ? ഇന്ന് കമ്പനിക്ക് ഇത്രയും വലിയ ലോസ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തവും നിനക്കായിരിക്കും. എനിക്കെങ്ങനെയുണ്ടാവും? ഇതേ നിൽക്കുന്നത് കണ്ടില്ലേ, QC ഇൻചാർജ്. ഇയാൾ വേണം ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ. ഏയ്, നീ ചെയ്ത തെറ്റ് മറ്റുള്ളവരുടെ മേൽ പെയിൻ ചെയ്യരുത് മേഘ. നിങ്ങൾക്ക് പോകാം. അപ്പോൾ അയാൾ പറയാണ്, മേഡം, അന്ന് തന്നെ ഞാൻ പറഞ്ഞതല്ലേ ഈ മെറ്റീരിയൽസിനൊന്നും ക്വാളിറ്റി ഇല്ല എന്ന്. പക്ഷേ മേഡം അവരുടെ കയ്യിൽ നിന്ന് തന്നെ മെറ്റീരിയൽ വാങ്ങുമെന്ന് ആദ്യമേ ഉറപ്പിച്ചിരുന്നു. ഇത് മുഴുവനും മേഡത്തിൻ്റെ തീരുമാനം കൊണ്ടുണ്ടായ പ്രശ്നങ്ങളാണ്. ദയവ് ചെയ്ത് ഞങ്ങളെ ഉപദ്രവിക്കരുത്. അപ്പോൾ സിദ്ധു പറയാണ്, മറ്റുള്ളവർ പറയുന്നത് അല്പമെങ്കിലും കേട്ടാലേ ബിസിനസ് മുന്നോട്ട് പോവുള്ളൂ. നമ്മൾ വിചാരിക്കുന്നത് തന്നെ നടക്കണമെന്ന് വാശി പിടിച്ചാലുണ്ടല്ലോ, ഇങ്ങനെയായിരിക്കും അതിൻ്റെ അവസാനം. അതുപോട്ടെ, ഇത്രയും വലിയ ലോസ് വന്നല്ലോ, അപ്പോൾ ഇത് എങ്ങനെയാണ് നീ സോർട്ട് ഔട്ട് ചെയ്യാൻ പോകുന്നേ? മേഘ കസേരയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഉരുകുകയാണ്. പിന്നെ കാണിക്കുന്നത് മലരും ചന്ദ്രികയും പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് പറയാണ് ചന്ദ്രിക മലരോട്, മോള് പോയി അവിടെ ഇരിക്കുക, അമ്മ പോയി ഭക്ഷണമൊക്കെ പാചകം ചെയ്തിട്ട് വരാം. ശരി അമ്മേ. ചന്ദ്രിക പച്ചക്കറി സാധനങ്ങളൊക്കെ അവിടെ വെച്ച് നോക്കുമ്പോൾ എല്ലാ പാത്രങ്ങളും അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക വിചാരിക്കുകയാണ്, ഇതൊക്കെ എന്താ ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുന്നത്? കാസറോൾ തുറന്ന് നോക്കുമ്പോൾ തന്നെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ചന്ദ്രിക പറയാണ്, ഞാനിന്ന് ഭക്ഷണമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ, ഇതൊക്കെ ആരാ ഉണ്ടാക്കി വെച്ചേ? എല്ലാ പാത്രത്തിലും എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. കറികളും പൊരിച്ചതും വറുത്തതും ഒക്കെ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ആരാ ഉണ്ടാക്കിയത്? മീൻ വറുത്തതും ഉണ്ടല്ലോ, അത് കഴിഞ്ഞ് കറി തുറന്ന് നോക്കുമ്പോൾ കറിയും ഉണ്ടല്ലോ. ഇതൊക്കെ ആരാ ഉണ്ടാക്കിയത്? ചിക്കൻ ഫ്രൈ ഉണ്ടല്ലോ, ഇത്രയും ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ആരായിരിക്കും ചെയ്തത്? അമ്മു ചേച്ചിയും ഇന്ന് വന്നിട്ടില്ലല്ലോ. അപ്പോഴേക്കും ലക്ഷ്മിയും മഹേന്ദ്രൻ സാറും അടുക്കളയിലേക്ക് വന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താ ചന്ദ്രികയെ, മാർക്കറ്റിൽ പോയിട്ട് എത്തിയോ? ആ അമ്മേ. അല്ല അമ്മേ, ഇത്രയും കറികളൊക്കെ ഉണ്ടാക്കി ആരാ ഇതൊക്കെ ചെയ്തത്? രണ്ടുപേരും ചിരിക്കുകയാണ്, അച്ഛനും അമ്മയും മാറി മാറി നോക്കിയിട്ട്. അപ്പോൾ ചന്ദ്രിക പറയാണ്, പറയണം അമ്മേ, ആരാ അമ്മേ ഇതൊക്കെ ചെയ്തത്, പറയണം അമ്മേ. അപ്പോഴാണ് മഹേന്ദ്രൻ സാർ പറയുന്നത്, ദേ നിൻ്റെ അമ്മ ലക്ഷ്മിയാണ് ഇതൊക്കെ ചെയ്തത്. എന്താ, അമ്മയാണോ ഇതൊക്കെ ഉണ്ടാക്കിയത്? ആ, അമ്മ എന്തിനാ അമ്മ ഇതൊക്കെ ചെയ്തത്? പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ വേഗം ചെയ്തു തരുമായിരുന്നല്ലോ. വെറൈറ്റി ആക്കിയിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിരുന്ന് വരുന്നുണ്ടോ അമ്മേ? അതേ ചന്ദ്രികയെ. എവിടുന്നാ അമ്മേ അവർ വരുന്നേ? അപ്പോൾ അച്ഛനും അമ്മയും പരസ്പരം നോക്കി ചിരിക്കുകയാണ്. എന്നിട്ട് അച്ഛൻ ചോദിക്കുകയാണ്, വിരുന്നുകാർ പുറത്തു നിന്ന് തന്നെ വരണമെന്നുണ്ടോ? വീട്ടിലും ഉണ്ടല്ലോ വിരുന്നുകാർ. പിന്നെ ചന്ദ്രിക പറയാണ്, എനിക്ക് നിങ്ങൾ പറയുന്നത് മനസ്സിലാകുന്നില്ല സാർ. ഇപ്പം നിനക്ക് ഒന്നും മനസ്സിലാവില്ല, മനസ്സിലാക്കുകയും വേണ്ട. ചന്ദ്രികയെ, നീ ഈ വീട്ടിൽ വന്നിട്ട് എത്ര കാലമായി? ഏതാണ്ട് 1 വർഷം കഴിയില്ല അമ്മേ. ഈ 2 വർഷത്തിനിടയിൽ എന്നെങ്കിലും ഒരു ദിവസം ഞാൻ നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നിട്ടുണ്ടോ? ഇല്ല. അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചത് നിനക്ക് വേണ്ടിയിട്ടാണ്. അച്ഛനും തലകുലുക്കിയിട്ട് പറയാണ്, എന്തൊക്കെയാ അമ്മ ഈ പറയുന്നേ? വർഷം മുഴുവൻ നീ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി തരുന്നു, പക്ഷേ ഞാൻ നിനക്ക് ഒന്നും ഉണ്ടാക്കി തന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇന്ന് നിനക്ക് ഞാൻ എൻ്റെ വക വിരുന്ന് തരണമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് എല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കിയത്. എന്താ അമ്മ ഈ പറയുന്നേ? അമ്മ എനിക്ക് വേണ്ടി ഇങ്ങനെ പാചകം ചെയ്യണോ? നീ വർഷം മുഴുവൻ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോൾ ഒരു ദിവസമെങ്കിലും നിനക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കി തരണ്ടേ? എൻ്റെ കൈകൊണ്ടുണ്ടാക്കി ഞാൻ തന്നെ വിളമ്പിത്തരണം എന്നാ എൻ്റെ ആഗ്രഹം. ആ ആഗ്രഹം ഇന്ന് ഞാൻ നിറവേറ്റാൻ പോവാ. എന്തിനാ അമ്മ ഇങ്ങനെ എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്നേ? ചന്ദ്രിക പിന്നെ കരഞ്ഞുകൊണ്ട് പറയാണ്, ഞാൻ ഈ വീട്ടിലെ വേലക്കാരിയല്ലേ അമ്മേ, ഞാൻ എൻ്റെ ജോലിയല്ല അമ്മേ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നേ. ലക്ഷ്മി അപ്പം മനസ്സിൽ ചിന്തിക്കുകയാണ്, നീ ഇവിടുത്തെ ജോലിക്കാരിയല്ല മോളെ, നീ എൻ്റെ മകളാ. ഞാൻ 10 മാസം ചുമന്ന് പ്രസവിച്ച എൻ്റെ മകൾ. അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം എൻ്റെ കൈകൊണ്ട് നിനക്ക് വാരിത്തരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ചന്ദ്രികയെ, നീയും മലരും ഇവിടെ ഇരുന്ന് വേണം ഭക്ഷണം കഴിക്കാൻ. ഞങ്ങൾ നിങ്ങൾക്ക് വിളമ്പിത്തരാൻ പോവുക. എന്തിനാ സാറേ അങ്ങനെയൊക്കെ? വേണ്ട സാർ, ചന്ദ്രികയ്ക്ക് വിഷമാവുകയാണ്. ഞാൻ നിങ്ങൾക്ക് ആദ്യം വിളമ്പിത്തരാം, അത് കഴിഞ്ഞ് ഞാൻ കഴിച്ചോളാം.
ഉംഹും. നീയും മലരുമാണ് ഞങ്ങളുടെ ഗസ്റ്റ്. മഹേന്ദ്രൻ സാർ പറയാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളുടെ കൈകൊണ്ട് വിളമ്പിത്തരും. അവിടെ ഇരുന്ന് കഴിക്കണം. വാ 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 വാ. അയ്യോ അമ്മേ, വരാനാ പറഞ്ഞേ. മലർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മുത്തശ്ശൻ വിളിക്കുകയാണ്. മലർ വാ മോളെ മലർ. എന്താ മുത്തശ്ശ? എന്താ മുത്തശ്ശ പറ. മുത്തശ്ശനടുത്ത് എടുക്കത്തെ തട്ടുമൊക്കെ ചെയ്തിട്ട് താഴത്തേക്ക് ഇരുത്തുകയാണ്. എന്നിട്ട് പറയാണ്, ഇന്ന് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കൈകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഭക്ഷണം വിളമ്പിത്തരികയാണ്. ഹായ് ഹായ്, സൂപ്പർ. ശരിയാ, കഴിക്കാമോ? ചന്ദ്രികെ, നീ അങ്ങോട്ടിരുന്നേ. അയ്യോ അമ്മേ, അത് ഞാനിവിടെ താഴെ ഇരുന്നോളാം അമ്മേ. ഇല്ല ഇല്ല ഇല്ല, താഴെ ഒന്നും ഇരിക്കാൻ പാടില്ല. കസേരയിൽ തന്നെ ഇരിക്കണം. ഇരിക്ക്. എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ അമ്മേ. ഒരു വേലക്കാരിയെ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ഇരുത്തുവോ? അപ്പോൾ മഹേന്ദ്ര സാർ പറയാണ്, ചന്ദ്രികെ, ഇനി മേലിൽ നീ വേലക്കാരി എന്ന് പറയാനേ പാടില്ല. ഈ വീടിനെ സംബന്ധിച്ച് നിന്നെ ആരും ഒരു ജോലിക്കാരിയായിട്ട് കണ്ടിട്ടേയില്ല. മുത്തശ്ശിയും പറയാണ്. അപ്പോൾ അതായത് ലക്ഷ്മി. അപ്പോൾ അച്ഛൻ പറയാണ്, നിന്നെ ഞങ്ങൾ ആരും ഒരു ജോലിക്കാരിയായിട്ട് കണ്ടിട്ടേയില്ല. അതുകൊണ്ട് നീ ഇവിടുത്തെ ഒരു ഞങ്ങളുടെ എല്ലാവരെയും പോലെ തന്നെയാണ് നീയും. ചന്ദ്രിക ഇരിക്ക്, ഞാൻ പോയി ഇല എടുത്തിട്ട് വരാം. എന്തിനാ അമ്മേ അമ്മ പോയി എടുക്കുന്നത്? ഞാൻ പോയി എടുത്തിട്ട് വരാം. വേണ്ട, അവിടെ ഇരിക്ക്, ഞാൻ പോയി എടുത്തിട്ട് വരാം. നീ ഇന്ന് ഒരു ജോലിയും ചെയ്യാൻ പാടില്ല, ഞാൻ തന്നെ എല്ലാം ചെയ്യും. ഇരിക്ക് ചന്ദ്രിക, ഇരിക്ക്, നീ ഇരിക്ക്. ചന്ദ്രികയ്ക്ക് തന്നെ അത്ഭുതം തോന്നുകയാണ്. കാരണം അവർ രണ്ടുപേരുമാണ് എല്ലാം വിളമ്പി കൊടുക്കുന്നത്. ചോറും കറികളും വറുത്തതും പൊരിച്ചതും ഒക്കെ രണ്ടുപേരും ചേർന്ന് വിളമ്പി കൊടുക്കുകയാണ്. അമ്മേ മതിയമ്മേ, ചന്ദ്രിക ഒന്നും ഓർത്തില്ല വിളമ്പി കൊടുക്കുന്നതൊന്നും. എന്നിട്ട് പിന്നെ പറയാണ്, അമ്മേ മതിയമ്മേ, എന്തിനാ ഇത്ര അധികം വിളമ്പുന്നത്? മിണ്ടാതിരുന്ന് കഴിച്ചോളണം. എന്തിനാ അമ്മേ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? നീ ഒന്നും ചിന്തിക്കണ്ട. ഇനി നീ ഒന്നും പറയണ്ട, കഴിക്കാൻ മാത്രമേ വാ തുറക്കാവൂ. അപ്പോഴേക്കും മാറി. അമ്മ വന്നിട്ട് മലറിന് വിളമ്പി കൊടുക്കുകയാണ്. അച്ഛൻ പോയിട്ട് ചന്ദ്രികയ്ക്ക് വിളമ്പി കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, മലർക്കുട്ടി കുറച്ചുകൂടി വയ്ക്കട്ടെ, കുറച്ചുകൂടി വയ്ക്കട്ടെ. മലർ മോളെ, എന്തിനാ ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുന്നത്? കഴിക്ക്. നിൽക്ക്, മുത്തശ്ശി വാരിത്തരാം മോൾക്ക്. മുത്തശ്ശി വാരിത്തരാം എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ മുത്തശ്ശി വാരി കൊടുക്കുന്നത് കണ്ടിട്ട് ചന്ദ്രിക നോക്കി നിൽക്കുകയാണ്. അതായത് ലക്ഷ്മിയെ തന്നെ നോക്കി നിൽക്കുകയാണ് വിഷമത്തോടെ. ചന്ദ്രിക കഴിക്കാതെ കരയാണ്. അപ്പോൾ ലക്ഷ്മി ചോദിക്കുകയാണ്, എന്താ ചന്ദ്രിക കഴിക്കാതെ കരയുന്നത്? അമ്മേ, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ കരയാതെ എന്താ ചെയ്യുക? ചന്ദ്രിക പിന്നെ കരഞ്ഞുകൊണ്ട് പറയാണ്, എൻ്റെ അച്ഛനമ്മമാർ പോലും എന്നെ ഇതുപോലെ സ്നേഹിച്ചിട്ടേയില്ല. ഇവിടെ ഇപ്പോൾ എന്നെ നിങ്ങൾ ഇങ്ങനെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ എൻ്റെ അച്ഛനമ്മമാർ നിങ്ങളാണെന്ന് തോന്നിപ്പോവും എനിക്ക്. അത് കേട്ട് മുത്തശ്ശൻ ഒരു കുര വന്നു. അപ്പോഴേക്കും മുത്തശ്ശൻ അത് തലക്കൊക്കെ അടിച്ചിട്ട് ശരിയാക്കുകയാണ്. എന്നിട്ട് ചന്ദ്രികയോട് പറയാണ്, ഞങ്ങൾ നിൻ്റെ അച്ഛനും അമ്മയാണെന്ന് കരുതിക്കോളൂ മോളെ. എന്താ ലക്ഷ്മി, ചന്ദ്രിക ഞങ്ങൾ മകളായിട്ടല്ലേ കാണുന്നത്? അതേ ഏട്ടാ. പിന്നെ ചന്ദ്രികയും കരഞ്ഞുകൊണ്ട് ചോറ് വാരി കഴിക്കുകയാണ്. മലർ കഴിക്കും മോളെ. മുത്തശ്ശ എരിയുന്ന്. നീ പോയി കുഞ്ഞിന് വെള്ളം കൊണ്ടുപോവാ. വേഗം 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 കൊണ്ടുപോവാ. നിൽക്ക് മോളെ, ഇപ്പോൾ കൊണ്ടുവരും. വേഗം കൊണ്ടുപോവാ, എരിയുന്നെന്ന് പറഞ്ഞില്ലേ കുഞ്ഞ്. ഇതാ ഏട്ടാ, ഇതാ. വേഗം കൊടുക്ക്. അപ്പോഴും ചന്ദ്രിക പറയുന്നുണ്ട്, ഈ സ്നേഹവും അടുപ്പവും ഒക്കെ മാതാപിതാക്കൾക്കേ ഉണ്ടാവും. നിങ്ങളുടെ പെരുമാറ്റം കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുകയാണ് സാർ. അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ വെള്ളം എടുത്ത് മലറിന് കുടിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ മഹേന്ദ്ര സാറ് ചന്ദ്രികയെ നോക്കിയിട്ട് മനസ്സിൽ പറയാണ്, ഇതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല ചന്ദ്രികയെ, ഞങ്ങൾ തന്നെയാണ് നിൻ്റെ അച്ഛനും അമ്മയും. മലർ പറയാണ്, ഭക്ഷണം സൂപ്പറായിട്ടുണ്ട് മുത്തശ്ശി. അത് കേട്ട് മുത്തശ്ശനും മുത്തശ്ശിയും ചിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക പറയാണ്, മലർ ജനിച്ചിട്ട് ഇതുവരെ ഞാൻ ഇങ്ങനെയൊരു സദ്യ അവൾക്ക് കൊടുത്തിട്ടേ ഇല്ല അമ്മേ. പക്ഷേ നിങ്ങൾ കാരണം ഇവൾക്ക് ഇങ്ങനെ ഒരു വിരുന്ന് കിട്ടി. ഒരു കോഴിക്കാല് ഫ്രൈ എടുത്തിട്ട് മലർ പറയാണ്, ഇതെങ്ങനെയാണ് മുത്തശ്ശ കഴിക്കുക? ഞാൻ പറഞ്ഞുതരാം. നിനക്ക് കുറച്ചുകൂടി ചിക്കൻ ഫ്രൈ എടുക്കട്ടെ ചന്ദ്രികെ എന്ന് ചോദിക്കുകയാണ് ലക്ഷ്മി. അതുപോലെ തന്നെ മുത്തശ്ശനും വന്നിട്ട്, അതായത് മുത്തശ്ശൻ എന്ന് പറഞ്ഞാൽ മഹേന്ദ്രൻ സാറ് വന്നിട്ട് പറയാണ് മലറിനോട്, ഇങ്ങനെയാണ് കഴിക്കേണ്ടത്. മഹേന്ദ്രൻ സാറ് വേറൊരു ചിക്കൻ കാലെടുത്തിട്ട് കടിച്ചിട്ട് കാണിച്ചു കൊടുക്കുകയാണ്, ഇതേപോലെയാണ് കഴിക്കേണ്ടത്. ഇനി ഒന്നുകൂടി കഴിക്കേ. അപ്പോഴാണ് മലർ പറയുന്നത്, അമ്മ ഇതുവരെ എനിക്ക് ഇതുപോലെ ഒന്നും ഉണ്ടാക്കി തന്നിട്ടില്ല. എല്ലാ ദിവസവും മുത്തശ്ശി എനിക്കിതുപോലെ ഉണ്ടാക്കിത്തരാം മുത്തശ്ശി. അതിനെന്താ മോളെ, എല്ലാ ദിവസവും മോൾക്ക് മുത്തശ്ശി ഇതുപോലെ ഉണ്ടാക്കിത്തരാം. നിനക്ക് എന്ത് വേണമെന്ന് പറയ്, മുത്തശ്ശി അപ്പം തന്നെ ഉണ്ടാക്കിത്തരും. മുത്തശ്ശനും അത് കേട്ട് ചിരിക്കുക.
അപ്പോൾ ചന്ദ്രിക പറയാണ്, ഒരു ദിവസം നിനക്ക് ഇങ്ങനെ കഴിച്ചാൽ പോരെ മോളെ, എല്ലാ ദിവസവും ഇങ്ങനെ കഴിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ മഹേന്ദ്രൻ സാർ പറയാണ്, ചെറിയ കുട്ടിയല്ലേ മോളെ, അവൾ ആഗ്രഹിക്കട്ടെ, നമുക്ക് അവൾക്ക് തയ്യാറാക്കി കൊടുക്കാം. നീ എന്തിനിങ്ങനെ പറയുന്നത്? മലർ, നീ വിഷമിക്കേ വേണ്ട, ഞാനും മുത്തശ്ശിയും നിനക്ക് എന്നും വിരുന്ന് തരാം. എന്താ പോരെ? ഓക്കെ മുത്തശ്ശ. അത് കേട്ട മുത്തശ്ശൻ ഒച്ച വെച്ച് ചിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രികയും പിന്നെ ലക്ഷ്മി ചന്ദ്രികയോട് പറയാണ്, ചന്ദ്രികയെ വയറ് നിറച്ച് കഴിക്കേ, അങ്ങനെ കളിക്കാതെ. ചന്ദ്രികയ്ക്ക് ഓരോന്ന് ചിന്തിച്ചിട്ട് തരിപ്പിലായിപ്പോയി. അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും, അതായത് പറഞ്ഞാൽ ലക്ഷ്മിയോ മഹേന്ദ്രൻ സാറും എന്താ ചെയ്യേണ്ടതെന്ന് തിരിയാതെ കളിക്കുകയാണ്. വെള്ളം എടുക്ക്, വെള്ളം കൊടുക്ക് എന്ന് പറഞ്ഞിട്ട്. ഒരു മിനിറ്റ് ചന്ദ്രികയെ, വെള്ളം കുടിക്കും മോളെ. അച്ഛനും അതേപോലെ തന്നെ തലക്കടിച്ചു കൊടുക്കുകയാണ്. ചന്ദ്രികയ്ക്ക് ഈ ചെയ്യുന്നതൊന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ല. ചന്ദ്രിക പരസ്പരം അപ്പുറം ഇപ്പുറം നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്, അച്ഛനെയും അമ്മയെയും. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷവുമായിട്ട്, അതായത് മേഘ കമ്പനിയെ ലോസാക്കിയിരിക്കുകയാണ്, അതിൻ്റെ വിശേഷവുമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും സീ യു ഓൾ.